നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ 2-3 ചാനലിൽ ഒരു ചൂടേറിയ ചർച്ചാ വിഷയം കണ്ടു. ചില മതക്കാർ പറയുന്നു അവരുടെ മതത്തിലുള്ള ദൈവമല്ലാതെ മറ്റൊരു ദൈവവും ഭൂമിയിലില്ല, എവിടെയില്ല എന്ന് പറയുന്നു. അപ്പം ഒരു കൂട്ടർ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ ഇത് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകും, ഇന്ത്യയെ സംബന്ധിച്ച് നാനാ മതസ്ഥർ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ മറ്റൊരു പറയുന്നു അത് പ്രശ്നമല്ല, അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ മതം നിലനിൽപ്പില്ല, ഞങ്ങളെ മതം ആവൂല അത്. ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വളരെ കൊടുമ്പിരിക്കൊണ്ട് നടക്കുകയാണ്. അപ്പം ഒരു ഒരാൾ പറയുകയാണ് ഇപ്പോൾ ഞങ്ങളെ മതത്തിൽ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നിപ്പോൾ ഒരാൾ പറയുന്നു എന്ന് വിചാരിക്കാം, മൈക്കും കെട്ടി പറയുന്നു. അതേപോലെ തന്നെ മറ്റൊരാൾ അപ്പുറത്ത് നിന്നിട്ട് പറയുന്നു ഞങ്ങളെ മതത്തിലുള്ള ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഭൂമിയിലില്ല എന്ന് അവരും പറയുന്നു. ഉടനെ ഇവർ പറയില്ലേ അപ്പോൾ എന്താ ഞങ്ങളെ മതം എന്ന് പറഞ്ഞാൽ തട്ടിപ്പോതാ, ഞങ്ങൾ വിശ്വാസികൾ എന്താ പൊട്ടന്മാരാ, ഞങ്ങളെന്താ അവരെ ചൂഷണം ചെയ്യുന്നവരാ, ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യലല്ലേ എന്ന് ചോദിച്ചിട്ട് എടുക്കട്ട കത്തി ബെട്ടട വാള് എന്നും പറഞ്ഞിട്ട് പോവില്ലേ കത്തിയും മടിയെല്ലാം എടുത്തിട്ട് അവരെ ശരിയാക്കാൻ അവരും അതുപോലെ ഇങ്ങോട്ട് വരും. സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസാരം തന്നെയാണത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് പണ്ട് മുതലേ ഇവിടെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇപ്പം എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പണ്ടൊരു കാര്യമാണ്, ഒരു മതത്തിലുള്ളവർക്ക് ആ മതത്തെ പറ്റിയിട്ട് മാത്രമേ അറിയൂ, അതിൻ്റെ പുറത്തുള്ള മറ്റൊരു മതത്തെ പറ്റിയിട്ടൊന്നും അറിയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ചു, ഗൂഗിളും യൂട്യൂബും അങ്ങനെയുള്ള സകല സോഷ്യൽ മീഡിയയും ശക്തി പ്രാപിച്ചു. അപ്പോൾ ഏത് മതത്തിലുള്ളവർക്കും മറ്റേതൊരു മതത്തെക്കുറിച്ചിട്ടും പഠിക്കാം, ആ മതങ്ങളിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴാണ് ഇതിലൊക്കെ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് നമ്മൾ സംസ്കാരം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ തോന്നുന്ന കാടത്തത്തെ അതേപടി പറയാതെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് പറയുന്നതിനെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരം എന്നത് സംസാരിക്കുന്നവൻ്റെ ആവശ്യമാണ്. സംസ്കാരത്തോടെ സംസാരിച്ചെങ്കിലേ അയാൾക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സംസാരിക്കുന്നവൻ്റെ ആവശ്യമാണ് സംസ്കാരത്തോടെ സംസാരിക്കുക എന്നത്, കേൾക്കുന്നവൻ്റെ ആവശ്യമല്ല. അപ്പം നമ്മൾ പറയുന്നവരാണ് നോക്കേണ്ടത്, ഇത് പറഞ്ഞാൽ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് പറയുന്നത് ശരിയാണോ, അത് മാറ്റണ്ടേ എന്നൊക്കെ ഈ പറയുന്നവരാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയേണ്ടത് ചില മതങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ കാര്യമാണ്. കാരണം ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റു മതങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ മതത്തിൽ ഇതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യവും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ എല്ലാ മതത്തിലും ദൈവത്തിനെ കിട്ടുമെന്ന് പിന്നെ ആ മതത്തിലേക്ക് പോയിക്കൂടെ എന്ന് യുവാക്കൾ ചിന്തിക്കും. കാരണം യുവാക്കൾ ഇപ്പോൾ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ മറ്റു മതങ്ങളിൽ ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ യുവാക്കൾക്ക് ഇപ്പോൾ കല്യാണപ്രായമായ യുവാക്കൾക്ക് വധുവിനെ കിട്ടാനില്ല എന്നൊരു വിഷയമുണ്ട്. അപ്പം കൂടുതൽ വധു ഏത് മതത്തിലാണെന്നുള്ളത് നോക്കിയിട്ട്, കൂടുതൽ പെമ്പിള്ളർ ഏത് മതത്തിലാണുള്ളതെന്ന് നോക്കിയിട്ട് അതിലേക്ക് ചേക്കേറിക്കൂടെ. അതുപോലെ തന്നെ ചില മതങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര മാർക്കറ്റ് ഉണ്ട്, ചിലതിന് മാർക്കറ്റ് കുറവാണ്, ചില മതത്തിൽപ്പെട്ടവർക്ക് വേഗം ജോലി കിട്ടും. അപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് അതിൽ നിന്നിട്ട് അങ്ങ് പോയിക്കൂടെ, ദൈവം എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ ഏതിലേക്ക് മാറുന്നതിന് എന്താ പ്രശ്നം എന്ന് യുവാക്കൾ ചിന്തിക്കും. അങ്ങനെ മതങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് കൊഴിഞ്ഞുപോക്കുകൾ നടക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ സ്വാതന്ത്ര്യവും സുഖവും കിട്ടുന്ന മതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ മതത്തിന് ചോർച്ച ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു രാജ്യത്ത് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ സാമൂഹ്യ വിപത്തുകളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിലേക്ക് പറയാനായിട്ട്. ഇപ്പോൾ ഒരു ഹിന്ദു മതക്കാരൻ ഒരിക്കലും പറയില്ല ഞങ്ങളെ മതത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ, മറ്റൊരു മതത്തിലും ദൈവം ഇല്ലാന്നൊന്നും ഹിന്ദു മതക്കാരൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആദ്യം ശക്തമായി എതിർക്കുന്നത് ഹിന്ദു മതത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ആയിരിക്കും. കാരണം ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിനെ എതിർക്കാം, വിമർശിക്കാം, അതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല, അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു മതമാണ് ഹിന്ദുമതം. അതുകൊണ്ട് തന്നെ അതിനകത്തു നിന്ന് തന്നെയായിരിക്കും ആദ്യത്തെ എതിർപ്പ് വരുന്നത്. ഇപ്പം കായലിൽ കുറേ വെള്ളമുണ്ട്, അതിൽ നിന്ന് സായിപ്പ് വെള്ളം മുക്കിയിട്ട് പറയാന്ന് ഇതിൽ വാട്ടർ മാത്രമേ ഉള്ളൂ, വെള്ളവും ഇല്ല തണ്ണിയും ഇല്ല എന്ന്. അതുപോലെ തന്നെ അഥവാ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്ന് സായിപ്പ് പറയുന്നു. അതുപോലെ ഇപ്പോൾ തമിഴിനും പറയുകയാണ് ഇപ്പോൾ ഇതിൽ തണ്ണി മാത്രമേ ഉള്ളൂ, വാട്ടർ ഇല്ല, വെള്ളമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മോനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുമെന്ന് ഇപ്പോൾ തമിഴിനും പറയുന്നു. അതുപോലെ തന്നെ മലയാളി വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സാമൂഹ്യ പ്രശ്നമാണ്. പക്ഷേ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അവനറിയാം അതിൽ വാട്ടർ ഉണ്ട്, വെള്ളമുണ്ട്, തണ്ണിയുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ കാര്യത്തിലും ഹിന്ദുവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ആരാധനാ സിസ്റ്റം, ഇപ്പം ബഹുദൈവ ആരാധന അല്ലെങ്കിൽ വിഗ്രഹ ആരാധന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇതൊന്നും ഇല്ലാത്ത ആരാധന, ഏത് ആരാധനയായാലും ഹിന്ദുവിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇപ്പോൾ കായലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ട് അത് വേണമെങ്കിൽ കുടിക്കാം, ചിലപ്പോൾ കുളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജലസേചനം നടത്താം. ഇപ്പോൾ കുളിക്കുന്നവൻ വന്നിട്ട് പറയുകയാണ് ഇത് കുളിക്കാനേ പാടുള്ളൂ, മറ്റൊന്നും ഉപയോഗിച്ചുകൂടാ, മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓനെ തല്ലി ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് പാചകം ചെയ്യുന്നവരുടെ ചട്ടിയും കലോലും എടുത്തിട്ട് തല്ലി പൊളിക്കാൻ പോയാൽ അത് പ്രശ്നമാണ്. പക്ഷേ ഹിന്ദു ഒരിക്കലും അങ്ങനെ പോകില്ല. കാരണം ഹിന്ദുവിനറിയാം ഇതുകൊണ്ട് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അതുപോലെ തന്നെയാണ് ദൈവത്തിനെ ഏത് രീതിയിൽ ആരാധിച്ചാലും പ്രശ്നമില്ല എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഹിന്ദുവിനുള്ളത്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം ഒരു ആരാധനാലയം തന്നെ നോക്കുക,
ഒരു പള്ളി പൊളിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഒരു ക്ഷേത്രം ഉള്ളതെന്ന് ഒരു ഏകദേശം തെളിവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അന്നേരം തന്നെ കുറച്ച് സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ചിട്ട് അത് സത്യമാണോ എന്ന് അറിയും. സത്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കോടതി വിധി വരട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളൊക്കെ തെളിയിക്കട്ടെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും നിൽക്കൂല. ഉടനെ പറയും ഈ പള്ളി പൊളിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഈ അമ്പലം ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഈ അമ്പലത്തിന് വേണ്ടുന്ന ഒരു ശുദ്ധി ഇവിടെ കിട്ടൂല, അതുകൊണ്ട് നമുക്ക് വേറെ കുറ്റിയടിച്ച് ഇപ്പം തന്നെ അമ്പലം പൊളിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവർ അന്നേരം വേറെ കുറ്റിയടിക്കലായി, വേറെ അമ്പലം കെട്ടലായി. അങ്ങനെയുള്ള ഉടനെ അത് മാറ്റി സ്ഥാപിക്കും. അതിന് പിന്നെ വേറെ വലിയ പ്രക്ഷോഭണത്തിനോ അല്ലെങ്കിൽ കോടതി വിധിക്കൊന്നും കാത്തിരിക്കുകയൊന്നും ചെയ്യില്ല. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് ഹിന്ദു മതത്തിനുള്ളത്. അപ്പോൾ അതുപോലെ ഇപ്പം ഇന്ത്യ രാജ്യത്ത് എപ്പോഴും നമ്മൾ പല മതക്കാരും ഒരുപോലെ ജീവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു മയത്തിലൊക്കെ നമ്മളെ മതപ്രചരണമൊക്കെ നടത്തുക, മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതല്ലാതെ മറ്റുള്ളവർ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്.